എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് വ്യത്യസ്തമായൊരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മുടെ വീടുകളുടെ വാർക്കയിലൂടെ വെള്ളം അകത്തേക്ക് കയറി പെയിൻ്റൊക്കെ പൊളിഞ്ഞു പോകുന്ന അവസ്ഥ പലപ്പോഴും പലർക്കും ഉണ്ടായിട്ടുണ്ട്. അതിനുള്ള ഒരു ബെസ്റ്റ് സൊല്യൂഷനുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇത് സ്മാർട്ട് കെയർ ഡാം പ്രൂഫ് എന്ന് പറയുന്ന ഒരു പെയിൻ്റാണ്. ഏഷ്യൻ പെയിൻറ്റിൻ്റെയാണിത്. ഇത് ചോർച്ചയൊക്കെ ഉണ്ടാകുന്നതിന് നമ്മൾ വീടിൻ്റെ റൂഫിലൊക്കെ അടിക്കുന്നതാണ്. 8 വർഷം വാറണ്ടി ഉണ്ട് ഇതിന്. ഇതൊരു ഏകദേശം ഒരു 1400 രൂപ വിലയുള്ളതാണ്. 4 ലിറ്ററിൻ്റെ ടിന്നാണ്. ഇത് അടിച്ചു കഴിഞ്ഞാൽ ചോർച്ചയൊക്കെ നമുക്ക് പൂർണ്ണമായും തടഞ്ഞു നിർത്താൻ സാധിക്കും. പെയിൻ്റൊന്നും പൊളിഞ്ഞു പോകാതെ നമ്മുടെ വീട് സംരക്ഷിച്ച് നിർത്താൻ നമുക്ക് സാധിക്കും. ഇത് മിക്സ് ചെയ്യുന്നത് 3:1 റേഷ്യോയിലാണ്. 3 ലിറ്റർ പെയിൻറ്റിന് 1 ലിറ്റർ വെള്ളം എന്ന കണക്കിൽ. ഇതെങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്നുള്ള ഫുൾ വിവരങ്ങൾ ഇതിൻ്റെ സൈഡിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. പ്രതലമൊക്കെ നല്ലതായിട്ട് വൃത്തിയായിട്ട് ഇത് 2 കോട്ട് പെയിൻ്റ് അടിക്കണം. ഫസ്റ്റ് കോട്ട് അടിച്ചു കഴിഞ്ഞ് 4 മണിക്കൂറിന് ശേഷം മാത്രമേ സെക്കൻഡ് കോട്ട് അടിക്കാവുള്ളൂ. അതുപോലെ തന്നെ ഇത് ക്രാക്ക് സീലാണ്. ഈ വാർക്കയിലുണ്ടാകുന്ന വലിയ വിള്ളലൊക്കെ ഉള്ളിടത്ത് ഈ ഫോട്ടോയിൽ കാണുന്ന പോലെ തന്നെ പേസ്റ്റ് അപ്ലൈ ചെയ്യാൻ വേണ്ടിയുള്ളതാണ്. ഇത് ക്രാക്കുള്ളിടത്തെല്ലാം നമ്മൾ ഫുള്ള് പുട്ടിയിടും. ഇത് ഏകദേശം 415 രൂപ കിടക്കുന്ന വില MRP. ഇതൊരു 300 രൂപയ്ക്കൊക്കെ നമുക്ക് ലഭിക്കും കടകളിൽ നിന്ന്. ഇതിപ്പം ഞാൻ ക്രാക്കുള്ളിടത്തെല്ലാം ഇത് പുട്ടിയിട്ടിട്ടുണ്ട്. ഈ ഡാം പ്രൂഫ് അടിക്കുന്നതിന് മുമ്പ് നമ്മൾ അടിക്കേണ്ട പ്രതലം നല്ലപോലെ പമ്പ് ഉപയോഗിച്ച് വൃത്തിയായിട്ട് കഴുകിയെടുക്കണം. കഴുകി അതിൻ്റെ പായലും പൊടികളൊന്നും ഇല്ലാതെ നല്ലപോലെ വൃത്തിയാക്കി എടുക്കണം. അതിന് ശേഷം ഫസ്റ്റ് കോട്ട് അടിക്കുക. അത് ഉണങ്ങിയതിന് ശേഷം സെക്കൻഡ് കോട്ട് അടിക്കുക. പ്രൂഫ് ചെയ്യുന്നത് ആർക്കും തന്നെ വീടുകളിൽ ചെയ്യാവുന്നതേ ഉള്ളൂ. അതിനാണ് തന്നെ പെയിൻറ്റ് മേടിച്ച് പതിയെ നമ്മുടെ വീടുകൾക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇതാണ് വീട്. ഇതിൻ്റെ മണ്ടവശമാണ് നമ്മൾ പെയിൻറ്റ് ചെയ്യുന്നത്. പമ്പ് ഉപയോഗിച്ച് നല്ലപോലെ വൃത്തിയാക്കി കഴുകിയിട്ടിരിക്കുന്നതാണ്. അകവും പുറവുമെല്ലാം കഴുകി വൃത്തിയാക്കി. അതുപോലെ തന്നെ ക്രാക്ക് ഉള്ളിടത്തൊക്കെ ക്രാക്ക് സീലിട്ട് നല്ലപോലെ ഫിനിഷ് ചെയ്തെടുത്തിരിക്കുന്നതാണ്. ഇനി പെയിൻ്റ് അടിച്ചാൽ മതി. അപ്പുറത്തെ സൈഡും അകം സൈഡാണ് നമ്മൾ അടിക്കുന്നത്. ഈ സൈഡും ഫുള്ളടിക്കുന്നുണ്ട്. നമുക്കിതിൻ്റെ മണ്ടവശം ഒന്ന് കയറി കണ്ടു നോക്കാം. ഇതാണ് മേളുവശം. ഇവിടെ നേരത്തെ പെയിൻ്റ് അടിച്ചിട്ടുള്ളതാണ്. അത് കുഴപ്പമില്ല, ഇതുവരെ കുഴപ്പമൊന്നും സംഭവിച്ചിട്ടില്ല. അതുകൊണ്ടാണ് വീണ്ടും അത് തന്നെ മേടിച്ച് നമ്മൾ അടിക്കുന്നത്. ഡാം പ്രൂഫ് ലീക്കൊക്കെ ഇതിനു മുമ്പ് അടിച്ചിട്ട് ഫുൾ ചോർച്ച തടഞ്ഞു നിർത്തിയിട്ടുള്ളതാണ്. അതുപോലെ ഈ ചിമ്മിനിയുടെ മുകൾവശം അതിന് മുമ്പ് പെയിൻ്റ് അടിച്ചിട്ടില്ലായിരുന്നു. അതും ഈ തവണ നമ്മൾ അടിക്കുന്നുണ്ട്. അത് സിമെൻറ്റ് പോയടമെല്ലാം നമ്മൾ വൃത്തിയായിട്ട് സിമെൻറ്റൊക്കെ തേച്ച് ഇതുപോലെ നല്ലപോലെ വൃത്തിയാക്കി കഴുകിയതിന് ശേഷം വേണം പിന്നെ നമ്മൾ ഫസ്റ്റ് കോട്ട് അടിക്കാൻ വേണ്ടി. അതുപോലെ തന്നെ ഈ പൈപ്പിൻ്റെ ഇവിടെയൊക്കെ ലീക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെയൊക്കെ സിമെൻറ്റ് ഇടുകയോ അല്ലെങ്കിൽ ആ ക്രാക്ക് സീല് മേടിച്ചിടുകയോ ചെയ്തതിന് ശേഷം വേണം പെയിൻ്റ് അടിക്കാൻ വേണ്ടി. ഇതിപ്പോൾ ഈ ഗ്യാപ്പുള്ളിടം എല്ലാം അടച്ചിരിക്കുന്നതാണ്. എല്ലാ സൈഡും പൊട്ടലുള്ളിടവും എല്ലാം നല്ലപോലെ. ഇത് വലിയ കുഴപ്പമൊന്നും ഇല്ലായിരുന്നു. ഇതിനു മുമ്പ് നമ്മൾ ചെയ്തിട്ടുള്ളതായതുകൊണ്ട് ഇതുവരെ ലീക്കൊന്നും സംഭവിച്ചിട്ടില്ല. ചെറിയ പൊട്ടലൊക്കെ അവിടെ ഇവിടെയൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ നമ്മൾ അടച്ച് നല്ല വൃത്തിയാക്കി എടുത്തിരിക്കുകയാണ്. ഇതിൻ്റെ ഇങ്ങനെ ഫുൾ നീളത്തിലും ഈ ഭിത്തിയും തറയും സൈഡും എല്ലാം അടിക്കുന്നുണ്ട്. ഇത്രയും ഭാഗമാണ് നമ്മൾ അടിക്കുന്നത്. പിന്നെ ഇതിൻ്റെ ഇപ്പുറത്തെ സൈഡിലും ഒരു കോട്ട് നമ്മൾ പെയിൻ്റ് അടിക്കുന്നുണ്ട്. ഇവിടെ നമ്മളതിൻ്റെ ക്രാക്ക് സീലൊക്കെ ഇട്ടിട്ടുണ്ട്. പൊളിഞ്ഞു പോയടത്തൊക്കെ ലീക്ക് വരാതിരിക്കാൻ വേണ്ടി. വെള്ളം ഒരു തുള്ളി വെള്ളം അകത്തേക്ക് കയറാത്ത രീതിയിൽ നമ്മൾ വൃത്തിയായിട്ടാണ് ഇപ്രാവശ്യം ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് പെയിൻ്റ് ഒന്ന് മിക്സ് ചെയ്തെടുത്തുകൊണ്ട് വരാം.
നമ്മളിത് ബ്രഷിനാണ് അടിക്കുന്നത്. ഫസ്റ്റ് കോട്ട് അടിക്കുമ്പോൾ ക്രോസ് വേണം പെയിൻ്റ് അടിക്കാൻ വേണ്ടി. ആദ്യം സൈഡ് മാർക്ക് ചെയ്തിട്ട് വിലങ്ങനെ അടിക്കുക. നല്ലപോലെ പെയിൻറ്റ് എല്ലായിടത്തും കിഴുത്തയൊക്കെ അടച്ചു വേണം അടിക്കാൻ വേണ്ടി. ഫസ്റ്റ് കോട്ട് അടിക്കുമ്പോൾ കിഴുത്തയിലൊക്കെ ഇറങ്ങാനുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് പെയിൻറ്റ് അത് കുത്തി ഇറക്കുകയൊക്കെ ചെയ്യണം. എല്ലാ കിഴുത്തുകളും അടച്ച് വൃത്തിയായിട്ട് വേണം അടിക്കാൻ വേണ്ടി. സെക്കൻഡ് കോട്ട് നമ്മൾ അടിക്കുന്നത് താഴേക്കാണ്. ഫസ്റ്റ് കോട്ട് അടിച്ചതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് സെക്കൻഡ് കോട്ട് അടിക്കുന്നത്. കൂടുതൽ ഏറിയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ റോളർ ബ്രഷിന് നിങ്ങൾക്ക് വേണമെങ്കിൽ അടിക്കുകയും ചെയ്യാം. ഇതിപ്പം കുറച്ച് ഏറിയ ഉള്ളതുകൊണ്ടാണ് ഞാൻ ബ്രഷിനടിക്കുന്നത്. ബ്രഷിനടിക്കുമ്പോൾ പെയിൻറ്റ് ഇച്ചിരി കുറച്ച് പെയിൻറ്റ് മതി. റോളറിനടിക്കുമ്പോൾ ബ്രഷിന് കൂടുതൽ ചിലവ് വരും. നമ്മൾ ഫസ്റ്റ് കോട്ട് ഭിത്തി മൊത്തം അടിക്കുന്നുണ്ട്. താഴ്വശവും അടിക്കുന്നതെല്ലാം ഒരേ ഡയറക്ഷനിലോട്ട് തന്നെ അടിക്കണം. അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ വേണം സെക്കൻഡ് കോട്ട് അടിക്കാൻ വേണ്ടി. ഇപ്പോൾ നമുക്കിത് ഫുൾ അടിച്ചിട്ട് കാണാം. ഇതിപ്പം നമ്മൾ അടിക്കുന്നത് സെക്കൻഡ് കോട്ടാണ്. മുമ്പേ അടിച്ചതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് സെക്കൻഡ് കോട്ട് അടിക്കുന്നത്. ഇപ്പം നമ്മൾ ഫസ്റ്റും സെക്കൻഡും അടിച്ച് നല്ലപോലെ ഫിനിഷ് ചെയ്തതാണ്. ഈ ഭിത്തിയുടെ പുറം സൈഡ് നമ്മൾ ഒരു കോട്ട് അടിച്ചിട്ടുണ്ട്. വെള്ളം അകത്തേക്ക് ലീക്ക് വരാതിരിക്കാൻ വേണ്ടിയാണ്. ഇതിൻ്റെ പുറത്ത് നമ്മൾ ഇനി വേറെ പെയിൻറ്റും അടിക്കുന്നുണ്ട്. എല്ലാ സൈഡും ഒരു കോട്ട് നമ്മൾ അടിച്ചിട്ടുണ്ട്. ഇന്നലെ നല്ല മഴയായിരുന്നു. മഴ പെയ്ത് വെള്ളമൊക്കെ മേളിലൊക്കെ വീണിട്ടുണ്ടായിരുന്നു. നമുക്ക് മേളിലൊന്ന് കയറി നോക്കാം എങ്ങനെ ഉണ്ടെന്ന്. ഇതുപോലെ തന്നെ ഈ സൈഡും നമ്മൾ ഫുള്ളടിച്ചിരിക്കുകയാണ്. ചിമ്മിനിയുടെ മേളുവശവും അടിച്ചിട്ടുണ്ട്. നമുക്കൊന്ന് കയറി നോക്കാം മണ്ടയിൽ നമ്മുടെ അവസ്ഥ എങ്ങനെ ഉണ്ടെന്ന്. അടിപൊളി, ഫുള്ള് വൃത്തിയായിട്ടുണ്ട്. മേള് 2 കോട്ട് അടിച്ച് ഫിനിഷ് ചെയ്താണ്. ഫുള്ള് നല്ല അടിപൊളിയായി വൃത്തിയായിട്ടുണ്ട്. വൈകിട്ട് നല്ലപോലെ മഴയായിരുന്നു. മഴയ്ക്ക് മുമ്പ് തന്നെ നമ്മൾ മുഴുവൻ അടിച്ച് തീർന്നായിരുന്നു. ഇങ്ങനെ ഫുള്ള് നീളത്തിൽ അടിച്ചിട്ടുണ്ട്. ഇവിടെ എല്ലാം അടിച്ചു. മേളുവശവും ഭിത്തിയും അതുപോലെ തന്നെ ഈ ചെറിയ പോർഷനും വെള്ളം ഇറങ്ങാൻ സാധ്യതയുള്ള എല്ലാ ഭാഗങ്ങളും നമ്മൾ ഈ പ്രാവശ്യം അടിച്ചു. അതുപോലെ തന്നെ ഈ ചിമ്മിനിയുടെ മേളുവശവും ഉള്ള നമ്മൾ അടിച്ചിട്ടുണ്ട്. പൈപ്പ് വെള്ളം ലീക്കാകുന്നിടത്തെല്ലാം നല്ലപോലെ പെയിൻറ്റ് ചെയ്തു. ഇതാണ് വീട്. ഫുള്ള് പെയിൻ്റ് അടിക്കുന്നതിൻ്റെ ഒരു വീഡിയോ ഉടനെ ചാനലിൽ ഇടുന്നതായിരിക്കും. നമ്മളിപ്പം മേളുവശം ലീക്ക് ഉണ്ടാകാതിരിക്കാനുള്ള പെയിൻ്റാണ്, ഡാം പ്രൂഫാണ് അടിച്ചത്. ഇതിനു മുമ്പ് നമ്മൾ അടിച്ചിട്ട് നല്ല റിസൾട്ട് ആയതുകൊണ്ടാണ് വീണ്ടും നമ്മളത് തന്നെ മേടിച്ച് അടിക്കുന്നത്. നിങ്ങളുടെ വീടുകൾക്ക് ലീക്കേജൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന് നല്ലൊരു സൊല്യൂഷനാണിത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നത് വരേക്കും ബൈ.